നാമരൂപങ്ങളെ സത്യമെന്ന് ഭ്രമിച്ച് അവയുടെ പിന്നാലെ പറ്റിക്കൂടുന്നു ഒരേ അഹന്ത. അതേ അഹന്ത തന്നെ മറ്റൊരു വഴിക്ക് തിരിഞ്ഞ്, ഉള്ളിലേക്ക് തിരിഞ്ഞ് ആത്മാവിനെ അന്വേഷിക്കുന്നു. അതാണ് അങ്കി. അങ്കിയിലും കടക്കയാലേ, അറിവിലും അങ്കിയിലും ഒരേ അഹന്ത കടന്നു ചെല്ലുന്നു. പക്ഷേ അറിവിൽ, പദാർത്ഥബോധത്തിൽ കടന്നു ചെല്ലുന്ന അഹന്ത അനാര്യ, മോശപ്പെട്ടവർ, മോശപ്പെട്ട അഹന്ത, നീചമായ അഹന്ത. എന്താ കാര്യം? ആ പദാർത്ഥങ്ങളുടെ, ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോയി ഒടുവിൽ എന്തിന് ജനിച്ചുവെന്നോ എന്തിന് ജീവിച്ചുവെന്നോ ഒരു പിടിയും കിട്ടാതെ കൂരിരുട്ടിൽ മറയുന്നു. അതുകൊണ്ട് അത് അനാര്യ. നേരെ മറിച്ച് ആത്മാവിലേക്ക് കടക്കുന്ന അഹന്ത, ഉള്ളിൽ ഞാൻ ആര്, എന്റെ യഥാർത്ഥ രൂപം എന്ത്, അതിന് വേണമെങ്കിൽ ഗുരുക്കന്മാരെയോ ഒക്കെ ആശ്രയിച്ച് ചോദിക്കാം. ഗുരുദേവൻ തന്നെ ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ജീവിതത്തെ നോക്കിക്കണ്ടിട്ട് എന്താണ് ഈ ജീവിതം എന്ന് ഗുരുവിനെ, ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ സമീപിച്ച് ചോദിക്കൂ. കോഹം ഇദം കുതോ ജഗത്, ഈ രണ്ട് ചോദ്യം. ഞാനാര്, ഈ ജഗത്ത് എവിടെ നിന്ന്, ഈ രണ്ട് ചോദ്യവും ഗുരുവിനെ കണ്ട് ചോദിക്കൂ. ബ്രഹ്മനിഷ്ഠനായ ഗുരു വ്യക്തമായി രണ്ടിനും ഉത്തരം പറഞ്ഞു തരും. ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ ഗുരുദേവൻ തന്നെ ആ ഉത്തരവും പറയുന്നുണ്ട്. ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മമാണ്. നീ അല്ലാതെ ഈ പരിമിത രൂപം ധരിച്ചു കാണുന്ന ജഡവിഷയങ്ങളൊന്നും നീ അല്ല. ഈ ജഗത്തോ ആ ബ്രഹ്മത്തിൽ കാണുന്ന വെറും മായ, വെറും ഒരു നേരം പോക്ക്. അതിനപ്പുറം ഈ ജഗത്തിനൊരു സ്ഥായിത്വമില്ല. എന്നുവെച്ച് ഉദാസീനതയൊന്നും വേണ്ട. ഭംഗിയായി ജീവിതകാര്യങ്ങൾ നടത്തുക, ഈ സത്യം കൂടെ ഓർമ്മിക്കുക. അങ്ങനെ അരവ വടാകൃതി പോൽ അഹന്ത രണ്ടായി അറിവിലും പദാർത്ഥബോധത്തിലും അങ്കിയിലും ആത്മാവിലും കടക്കയാലെ ഒരേ ബോധം തന്നെ പുറമേ ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി നിന്ന് മുമ്പോട്ട് പോകുന്നു. അതേ അഹന്ത തന്നെ ഉള്ളിൽ ആത്മാവിനെ കണ്ടെത്താൻ ശ്രമം തുടരുന്നു. അങ്കിയിലും കടക്കയാലെ ഒരു കുറി ആര്യ, ഒരു വിധത്തിൽ ആ അഹന്ത തന്നെ ഒരു കുറി ആത്മാവിനെ അന്വേഷിച്ചു പോകുന്ന ആ അഹന്ത ആര്യ എന്നറിയപ്പെടുന്നു. ആര്യ ശ്രേഷ്ഠ. എന്തുകൊണ്ട്? ആ അന്വേഷണം പരമസത്യത്തിലെത്തിച്ചേരുന്നു. അതുകൊണ്ട് നേരെ മറിച്ച് ഇപ്പുറത്തെ അന്വേഷണമോ ഇതൊക്കെ ലോകത്ത് എവിടെയും അപ്ലൈ ചെയ്ത് നോക്കുക. മഹാഗംഭീരന്മാരുടെ കാര്യത്തിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പൊ തന്നെ നമ്മളൊക്കെ ഇന്നലെ പറഞ്ഞില്ലേ, ലോകത്ത് ഏറ്റവും വിദഗ്ധനായി ജീവിച്ചിരിക്കുന്ന ഫിസിസിസ്റ്റ് ഇന്ന് ഐൻസ്റ്റീനേക്കാൾ വിലപ്പെട്ട ആൾ. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം ഡൽഹിയിൽ വന്നു ഈ അടുത്ത കാലത്ത്. അദ്ദേഹം എന്തു പറയുന്നു? എന്നെ രക്ഷിക്കാൻ ഈ ഫിസിക്സിന് സാധ്യമേ അല്ല. ഞാനല്ലേ പറയുന്നത്, അത് സ്റ്റീഫൻ ഹോക്കിൻസ് നേരിട്ട് പറഞ്ഞതാണ്. ഡൽഹിയിൽ വന്നുള്ള ആകെ തളർന്ന് ജീവിക്കുകയാണ്. മഹാഗംഭീരനായ ശാസ്ത്രജ്ഞൻ. പക്ഷെ എവിടെ എത്തി? ഒരു രക്ഷയുമില്ല, ജീവിതത്തിനൊരാശ്വാസവുമില്ല. ഞാൻ എന്തിന് ജനിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. കാരണം എനിക്കൊരു സ്വസ്ഥതയുമില്ല. ഞാനിപ്പോ ഫിസിക്സ് പഠിച്ചു കാണും, അതിൽ ഗംഭീരനായി തീർന്നു കാണും. പക്ഷെ എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. പിന്നെ ഞാൻ എന്തിന് ജനിച്ചു?
അപ്പോ അദ്ദേഹത്തിന്റെ പോക്കേതാ? അദ്ദേഹത്തിലുള്ള അഹന്തയുടെ പോക്ക് അനാര്യ. നീ എന്ത് ഫിസിക്സ് പഠിച്ചാലും ശരി, എന്ത് കെമിസ്ട്രി പഠിച്ചാലും ശരി, ഈ പരമസത്യം ഗ്രഹിക്കാൻ കഴിയാത്തിടത്തോളം ശാന്തിയില്ല, സുഖമില്ല. ജീവിതം അവസാനത്തോടടുക്കുമ്പോൾ പരമദുഃഖം. നേരെ മറിച്ച് ഇത് തന്നെ ഐൻസ്റ്റീൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്നാണ്. അദ്ദേഹം വിശ്വഭാരതിയിലെത്തി ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന്റെ ഇൻട്രഡക്ഷൻ വായിച്ചു, പൂർണ്ണ തൃപ്തിയായി. അദ്ദേഹം അവസാനം പറഞ്ഞിട്ടുണ്ട്, ഹിമാലയത്തിന്റെ താഴ്വരയിൽ ഋഷിമാർ കണ്ടതിൽ കവിഞ്ഞൊരു സത്യം ഇനി ആരും കണ്ടെത്താൻ പോകുന്നില്ല. എനിക്കൊരു 40 കൊല്ലത്തിന് മുൻപ് ഇത് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ ജീവിതം കുറെ കൂടി പൂർണ്ണ ധന്യതയിൽ എത്തുമായിരുന്നു. ഇതൊക്കെ ഉള്ളൂ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. എന്ത് ഗംഭീരമായാലും അതേ വിശ്വഭാരതിയിലെ ടാഗോറിന്റെ നോബൽ സമ്മാന മുദ്ര വരെ ഇന്നും എല്ലാം മോഷണം പോയിരിക്കുന്നു. കണ്ടുപിടിക്കാൻ ഇത്ര വലിയ ഗംഭീരമായ ഗവൺമെന്റ് ഉണ്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നു ഇറ്റ് ഈസ് എ നാഷണൽ കലാമിറ്റി. നമ്മുടെ നാട്ടിനും നമ്മുടെ രാജ്യത്തിനും വന്നു ചേരുന്ന ഏറ്റവും ആപത്താണ്. ഈ ആപത്ത് വരാതെ നോക്കാൻ ഇത്ര വലിയ സൈന്യസന്നാഹവും ഒക്കെ ഉള്ള നിങ്ങൾക്ക് പറ്റിയില്ലേ? അത് പറ്റില്ല. എന്താ പറ്റാത്തത്? അത് പറ്റില്ല, അത്രേ ഉള്ളൂ. എന്താ പറ്റാത്തത്? വാസ്തവത്തിൽ ടാഗോറിന്റെ ജീവിതാവശിഷ്ടങ്ങളും ഒക്കെ ബാക്കി ഉണ്ടായിരുന്നതൊക്കെ നോക്കാൻ കഴിയാതെ വന്നു ഗവൺമെന്റിന്. ഒരു ഗവൺമെന്റിനെയും കുറ്റം പറഞ്ഞിട്ടൊന്നും സാധ്യമല്ല. ലോകം അതാണ്. ഒന്നിനെയും അങ്ങനെ അനിവാര്യമെന്നോ ഗംഭീരമെന്നോ ഒന്നും ഇവിടെ പറയാനൊക്കെയില്ല. ഈ കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഏത് നോബൽ സമ്മാനമായാലും ഒരു ജലപ്രതിഭാസം അതാരോ കൊണ്ടുപോയി. ചിലപ്പോ പിടികിട്ടിയേക്കാം. എന്തായാലും ഇതേവരെ പിടികിട്ടിയതായി തോന്നുന്നില്ല. അത്രയൊക്കെ ഉള്ളൂ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഓരോന്നും ഞെരിഞ്ഞ് പൊടിഞ്ഞ് പൊടിയാകും എന്ന് വേദാന്തം സിദ്ധാന്തിക്കുന്നു. ആധുനിക ശാസ്ത്രം പോലും സമ്മതിക്കുന്നു. ഇപ്പൊ ടാഗോറിന്റെ നോബൽ സമ്മാനം ഒക്കെ പോയി. പക്ഷെ സൂര്യൻ ഇങ്ങനെ പൊടിഞ്ഞ് തണുത്തുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ സൂര്യൻ തണുത്തുറഞ്ഞില്ലാതാകും. ഈ സൂര്യൻ എന്തിനുദിച്ചു? തണുത്തുറഞ്ഞില്ലാതാകാൻ ഉദിച്ചു. ഇതാണോ പ്രയോജനം? സൂര്യൻ പോയാൽ പിന്നെ എന്തായാലും ഭൂമി മറ്റൊന്നും നിലനിൽക്കില്ല, നമ്മളാരും നിലനിൽക്കില്ല. സൂര്യൻ തണുത്തുറഞ്ഞ് പൊടിയുന്നത് നമുക്കാർക്കും കാണാൻ പറ്റില്ല. പക്ഷെ വാസിഷ്ഠത്തിൽ കാകവശുണ്ടി എന്ന് പറഞ്ഞൊരു യോഗിയുണ്ട്. വാസിഷ്ഠം വായിച്ചു നോക്കുക. അദ്ദേഹം പറയുന്നു ഇതുപോലെ 12ാമത്തെ സൂര്യനെയാണ് ഞാനിപ്പോ കാണുന്നത്. 12 സൂര്യന്മാർ എന്റെ കാഴ്ചയിൽ ഉദിച്ച് തണുത്ത് ഉറഞ്ഞു പോയി കഴിഞ്ഞു. ഞാൻ നിങ്ങളെത്ര നാളും എങ്ങനെ ജീവിച്ചു? ഞാൻ പ്രാണനെയൊക്കെ ആശ്രയിച്ച് അങ്ങനെ ജീവിച്ചു. അതൊക്കെ സത്യമാണോ സാർ? എന്താ ഇവിടെ സത്യമായിട്ടുള്ളത്? ഒന്നും സത്യമല്ലെന്നല്ലേ നമ്മൾ രാപകൽ പറയുന്നത്. അപ്പൊ പിന്നെ അതൊക്കെ സത്യമാണോ? കാകഭൂഷണ്ടൻ ജീവിച്ചിരുന്നോ? ഒന്നും ചോദിക്കരുത്. അതൊക്കെ എന്തും ജീവിച്ചിരിക്കാം, ആരും ജീവിച്ചിരിക്കാം. അഘടിത ഘടനാപടീയ സീമായ ഈ മായ നമുക്കൊരു പിടിയും കിട്ടാത്ത എന്തും ഉണ്ടാക്കി കാണിക്കാൻ കരുത്തുള്ളവളാണ് എന്നാണ് മായയെക്കുറിച്ച് വേദാന്തത്തിന്റെ പ്രഖ്യാപനം. അപ്പോ ഇങ്ങനെ
അരവ വടാകൃതി പോൽ അഹന്ത രണ്ടായി അറിവിലും അങ്കിയിലും കടക്കയാലേ ഒരഹന്ത അറിവിൽ പദാർത്ഥബോധത്തിൽ കടക്കുന്നു, വേറൊരഹന്ത അങ്കിയിൽ കടക്കുന്നു. പദാർത്ഥബോധവുമായി ചേരുന്ന അഹന്ത അനാര്യ, ശ്രേഷ്ഠയല്ല, നീച്ച. കാരണം ഒന്നിനെക്കുറിച്ചും ഒരു പിടിയും കിട്ടാതെ കൂരിരുട്ടിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും, നിശ്ചയം. നേരെ മറിച്ച് അങ്കിയിലേക്ക് കടക്കുന്ന, ആത്മാവിലേക്ക് കടക്കുന്ന അഹന്ത ആര്യ. കാരണം എന്താ? പരമസത്യം തെളിഞ്ഞ് ഇനി എനിക്കൊന്നിനെയും ഭയമില്ല, ജനനമരണങ്ങളൊന്നും എന്നെ ദുഃഖിപ്പിക്കുകയില്ല, ഞാൻ ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, ഞാൻ ആനന്ദസ്വരൂപമാണ്, ധന്യനാണ് എന്നനുഭവിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ പറ്റും. ഈ ജഡ ശരീര ജീവിതം അവസാനിപ്പിക്കാൻ പറ്റും. ഒരു കുറി ആര്യ, ഇതിങ് അനാര്യ. ഒരു കുറി ആ അഹന്തയെ ആര്യ എന്ന് പറയാം, മറ്റേതിനെ അനാര്യ എന്ന് പറയാം. ആകും നൊരുകുറി എന്നുണരേണ ഊഹശാലി. അല്പമെങ്കിലും യുക്തി ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, ഊഹശാലി എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിന്റെ നിലനിൽപ്പിനെ അല്പമെങ്കിലും ചിന്തിച്ച് ബോധ്യപ്പെടാൻ കഴിവുള്ള ഒരു യുക്തി. അഹന്തയ്ക്കിങ്ങനെ രണ്ട് മാർഗങ്ങളുണ്ടെന്നും അതിൽ ജഡത്തെ മുൻനിർത്തിയുള്ള മാർഗം സ്വീകരിക്കുന്ന അഹന്ത അനാര്യയാണെന്നും ഒന്നും പിടികിട്ടാതെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന അഹന്തയാണെന്നും ആത്മാവിനെ അന്വേഷിച്ച് അന്തർമുഖമായി മുന്നോട്ട് നീങ്ങുന്ന അഹന്ത ആര്യയാണെന്നും ശ്രേഷ്ഠയാണെന്നും. എന്തുകൊണ്ട്? ജീവിതം പരമസത്യങ്ങളുടെ പൂർണ്ണ സാഫല്യത്തിൽ എത്തി എന്നനുഭവിക്കാൻ കഴിയുന്ന അഹന്ത ആര്യയാണെന്നും ഊഹശാലി, അല്പമെങ്കിലും യുക്തി ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഉണർന്ന് ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ചിന്തിച്ച ആളാണ് ഗുരുദേവൻ. അദ്ദേഹം ഈ അങ്കിയിൽ, ആത്മാവിൽ തന്റെ അഹന്തയെ പ്രവേശിപ്പിച്ചു, സാധനകൾ അനുഷ്ഠിച്ചു, പരമമായ സത്യം വ്യക്തമായി കണ്ടെത്തി. അതിന്റെ അതിമനോഹരമായ വിവരണമാണ് ഈ ആത്മോപദേശ ശതകം. ഒരു കുറി ആര്യ, ഇതിങ്ങനാര്യയാകുന്നൊരു കുറി എന്നുണരേണ ഊഹശാലി. അങ്ങനെ ബുദ്ധി അല്പമെങ്കിലും ഉറപ്പുള്ള ഒരാൾ ഉണരേണ്ടതാണ്. ഇവിടെയൊക്കെ ഏതാണ്ട് ഒരേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. കാരണം അങ്ങനെ ആവർത്തിച്ചെങ്കിലേ നമുക്കിത് ബുദ്ധിയിൽ പിടികിട്ടൂ. ഇത് ബുദ്ധിക്ക് മാത്രം പിടികിട്ടേണ്ട കാര്യമല്ല, ജീവിച്ച് ഈ കാര്യം ജീവിച്ച ജീവിതം ധന്യമാണെന്നുറപ്പിക്കേണ്ട കാര്യമാണ്. ഈ ചർച്ചയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ബോധം ജഡം രണ്ട് ഘടകമേ ഇവിടെ ഉള്ളൂ, മൂന്നാമതൊരു ഘടകവുമില്ല. ബോധത്തെ മുൻനിർത്തി അതിന്റെ സ്വരൂപം ശുദ്ധമാക്കി ആത്മസാക്ഷാത്കാരം നേടാൻ തീരുമാനിക്കുന്ന വ്യക്തി ഇവിടെ ജീവിതം ധന്യം. അതാണ് ആര്യ. നേരെ മറിച്ച് ജഡങ്ങളുടെ പിന്നാലെ പാഞ്ഞ് എത്ര വലിയ ചക്രവർത്തിയുമാവട്ടെ, ചക്രവർത്തി ജഡങ്ങളുടെ പിന്നാലെ പാഞ്ഞ് ഒരാഗ്രഹവും സഫലമാകാതെ കൂരിരുട്ടിൽ മറയുന്ന ജീവിതം അനാര്യം, നീചം, അധന്യം. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. വാസ്തവത്തിൽ ശ്രദ്ധിച്ച് ചരിത്രമൊക്കെ വായിക്കുമെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാവും. ചരിത്രം വായിച്ചു നോക്കുക, പല രാജ്യങ്ങളുടെയും ചരിത്രം. ഏത് ഭരണാധികാരിയാണ് സ്വസ്ഥനായി സന്തോഷപൂർവ്വം ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളത്? ഒരൊറ്റ ഭരണാധികാരിയെ കാണാൻ സാധ്യമല്ല. ഞാൻ ഒട്ടേറെ ചരിത്രങ്ങൾ
പഠിച്ചതാണ്. അവിടെയൊക്കെ അന്നേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വലിയ വലിയ ചക്രവർത്തിമാർ ഒക്കെ ദുരന്തത്തിൽ ഒന്നുകിൽ വെടിവെച്ച്, ഈ അടുത്ത കാലത്ത് തന്നെ എത്ര ജീവിതങ്ങൾ ഒന്നുകിൽ വെടിവെച്ച് കൊല്ലും ആരെങ്കിലും, അല്ലെങ്കിൽ മക്കൾ പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ പരമദുഃഖം അനുഭവിച്ച് ജീവിതം അവസാനിപ്പിക്കും. ഇതൊന്നും വേണ്ടെന്നല്ല വേദാന്തം പറയുന്നത്. ഇന്ന് നടക്കുന്ന കർമ്മങ്ങളൊക്കെ ഭംഗിയായി നടക്കുക, ഇത് കൂട്ടിച്ചേർക്കുക. ഈ അങ്കിയിൽ, അതായത് ആത്മാവിൽ അഹന്തയെ പറ്റിച്ചു നിർത്തി അതിന്റെ പരമരഹസ്യം കണ്ടെത്തുക എന്ന ലക്ഷ്യം ഉറപ്പിച്ച് കൂട്ടിച്ചേർക്കുക, ഇന്നുള്ള ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുക. ഇന്നുള്ള ഒരു കാര്യവും ഉടനെ ഉപേക്ഷിക്കണ്ട, ഒന്നും ഉപേക്ഷിക്കണ്ട. അതാണ് അർജുനനോട് ഭഗവാൻ പറയുന്ന, യുദ്ധമെങ്കിൽ നീ യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യുമ്പോൾ ഇതുകൂടെ കൂട്ടിച്ചേർക്കണം. അതാണ് ഇതിനുള്ള ഗുണം. ഏത് യുദ്ധക്കളത്തിലും അന്തർമുഖമായി ഞാനാര്, ഭീഷ്മരാര്, ദ്രോണരാര്, ഞാൻ അവരെ കൊല്ലുന്നുണ്ടോ, അവർ മരിക്കുന്നുണ്ടോ, കൊല്ലാനും മരിക്കാനുമാണെങ്കിൽ ഞാനും അവരുമൊക്കെ എന്തിനിവിടെ വന്നു എന്നൊക്കെ ഒന്ന് ആലോചിക്കാൻ ഏത് യുദ്ധക്കളത്തിലാണ് പറ്റാത്തത്? അതുകൊണ്ട് അർജുന, സർവേഷു കാലേഷു മാം അനുസ്മര, എപ്പോഴും എന്നെ ഓർമ്മിച്ചോളൂ, ഞാനേ ഉള്ളൂ ഇവിടെ, ഈശ്വരൻ മാത്രം. അതൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടാണ്, നല്ലവണ്ണം പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ പറയുന്നത്, സർവേഷു കാലേഷു മാം അനുസ്മര, വാസന ബാക്കി നിൽക്കുന്നിടത്തോളം യുദ്ധവും ചെയ്യൂ. നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ, എന്ത് കർമ്മമെന്ന് വെച്ചാൽ വാസന തീരുന്നേരെ ആ കർമ്മവും നടക്കട്ടെ. പക്ഷേ വാസന തീരണമെങ്കിൽ ഈ സത്യം കൂടിച്ചേരാതെ ഒരിക്കലും തീരില്ല. നേരെ മറിച്ച് സത്യം കൂടിച്ചേരുന്നില്ലെങ്കിൽ വാസന കഷ്ടിപിടിച്ച് കൂരിരുട്ടിന്റെ രൂപം കൈക്കൊള്ളും. അതാണ് വാസനയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതാർക്കും എവിടെയും അംഗീകരിക്കാവുന്ന കാര്യം. ഈ സത്യസ്ഥിതി കൂട്ടിച്ചേർക്കുക തൽക്കാല ജീവിതത്തിൽ അത്രേ വേണ്ടു. ജീവിതം ഒരു യാത്രയാണ്. ഒരു രഥത്തിൽ കയറിയുള്ള ഒരു യാത്ര എന്ന് വെക്കുക. കഠോപനിഷത്തിൽ ഒരു രഥരൂപകമുണ്ട്. ആത്മാനം രഥനം വിദ്ധി. ഈ രഥത്തിൽ സഞ്ചരിക്കുന്നത് ആത്മാവ്. ശരീരം രഥമേവച്ച, ശരീരമാണ് രഥം. ബുദ്ധിം തു സാരഥിം വിദ്ധി. ബുദ്ധിയെ സാരഥി ആണെന്ന് ഓർമ്മിക്കുക. മനഃപ്രഗ്രഹമേവച്ച, മനസ്സാണ് കടിഞ്ഞാൻ. ആത്മാ ഇന്ദ്രിയമനോയുക്തം ഭോക്ത. ഇന്ദ്രിയ മനസ്സുകളുമായി പറ്റി നിൽക്കുന്ന ബോധം ആത്മാവാണ് ഭോക്ത, ജീവൻ. ലോകവിഷയങ്ങൾ ഭുജിക്കുന്ന ജീവൻ, അതാണ് ഭോക്ത. അപ്പൊ ഈ ഭോക്താവ് ഇങ്ങനെ ശരീരം ആകുന്ന രഥത്തിൽ കയറി ബുദ്ധിയാകുന്ന സാരഥി ആണ് ആ രഥത്തെ കൊണ്ടുപോകുന്നത്. മനസ്സാകുന്ന കടിഞ്ഞാൺ, ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ. ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. അവ സഞ്ചരിക്കുന്ന വിഷയങ്ങളാണ് ആ കുതിരകൾക്ക് സഞ്ചരിക്കാനുള്ള റോഡ്, രാജപാത. അങ്ങനെ പോവുക. ഇവിടെ ലക്ഷ്യം ആത്മദർശനമാണെന്ന ലക്ഷ്യം ബുദ്ധിക്കുറപ്പുണ്ടോ? ബുദ്ധിയാണല്ലോ തേര് തെളിക്കുന്നത്. ആ ബുദ്ധിക്കുറപ്പുണ്ടെങ്കിൽ ഈ യാത്ര സഫലമാകും. അതാണ് എസ്തു വിജ്ഞാനവാൻ ഭവതി. ആരാണോ വിജ്ഞാനവാൻ, സത്യമേത് അസത്യമേതെന്ന് വ്യക്തമായി വേർതിരിച്ച് ശാസ്ത്രത്തിൽ നിന്നോ ഗുരുവിൽ നിന്നോ ധരിച്ചയാൾ,
സംശയമില്ലാതെ ധരിച്ചയാൾ എസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്കഃ സദാ ശുചിഃ. മനസ്സ് തന്റെ വശത്ത് നിൽക്കുന്നു. മനസ്സ് തന്നെ വേണ്ടാത്തിടത്തൊന്നും പിടിച്ചുകൊണ്ട് പോകുന്നില്ല. സമനസ്കഃ സദാ ശുചിഃ. എസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്ക സദാ ശുചിഃ. ബുദ്ധി സാരഥി വിജ്ഞാനവാനാണ്. ലക്ഷ്യം എവിടെ എത്തണമെന്ന് നല്ല ഉറപ്പുണ്ട്. എത്തേണ്ടത് അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മത്തിലാണ്. അതിനെന്ത് വേണം? യാത്ര ചെയ്യുന്നു. അതിനെന്ത് വേണം? ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും ഒഴിഞ്ഞു കിട്ടണം. ബുദ്ധി ആ നിലയിലാണ് മനസ്സെന്ന കടിഞ്ഞാണിനെ പിടിച്ചു വലിച്ച് ഈ ശരീരമാകുന്ന രഥത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾ അർത്ഥന പാരമാപ്നോത്തി, അയാൾ ഈ വഴിയുടെ മറുകര എത്തിച്ചേരുന്നു. അതാണ് ബ്രഹ്മം, പരമസത്യം, ആ ഗണനയിൽ നിന്ന് കവിഞ്ഞ വസ്തു, ദറ്റ് ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ്, അവിടെ എത്തിച്ചേരുന്നു. അർത്ഥന പാരമാപ്നോതി തദ് വിഷ്ണു പരമം പദം. അതാണ് വിഷ്ണുവിന്റെ പരമപദം. ഇതാണ് കഠോപനിഷത്തിലെ രഥരൂപകത്തിന്റെ ചുരുക്കം. നമ്മുടെയൊക്കെ ജീവിതയാത്രയെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. ഈ രഥരൂപകത്തിൽ നമ്മളൊക്കെ സംസാരയാത്ര തുടരുന്നു. ആ യാത്രയിൽ സഞ്ചരിക്കുന്നയാൾ ആത്മാവ്, രഥത്തെ കൊണ്ടുപോകുന്നയാൾ സത്യബോധമുള്ള ബുദ്ധി, ശരീരമാണ് രഥം, ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ, അവയുടെ വിഷയങ്ങളാണ് യാത്ര ചെയ്യുന്ന മാർഗങ്ങൾ. ഇവിടെയൊക്കെ ലക്ഷ്യബോധം കൂടെ കൂട്ടിച്ചേർക്കുക. ജഡങ്ങളെ പിന്തിരിയുന്നവർക്ക് അങ്ങനെ ഒരു ലക്ഷ്യബോധമില്ല. എന്തുകൊണ്ടില്ല? ഉറപ്പായ ഒരു ലക്ഷ്യബോധം സാധ്യമേ അല്ല. ഒരു സാമ്രാജ്യം പിടിച്ചടക്കണമെന്ന ലക്ഷ്യബോധമുണ്ടെന്ന് നോക്കുക. പിടിച്ചടക്കി കഴിയുമ്പോൾ പിന്നെ 2 സാമ്രാജ്യം കൂടെ പിടിച്ചടക്കിയാലേ സ്വസ്ഥതയുള്ളൂ. അപ്പൊ പിന്നെ എവിടെയാ ഉറപ്പുറ്റ ലക്ഷ്യബോധം? നേരെ മറിച്ച് ആത്മതത്വത്തെ വ്യക്തമായി ധരിച്ച് മുന്നോട്ട് പോകുന്നയാൾക്ക് വ്യക്തമായ ലക്ഷ്യബോധം. അവിടെ അടുക്കുംതോറും, ലക്ഷ്യത്തോട് അടുക്കുംതോറും കൂടുതൽ കൂടുതൽ സുഖം, തൃപ്തി, ആനന്ദം. ആ രഥരൂപകമാണ് ഗുരുദേവൻ 69-ാം പദ്യത്തിൽ അവതരിപ്പിക്കുന്നത്. ശ്രുതി മുതലാം തുരകം തൊടുത്ത്. ശ്രുതി ഇത് ഉപനിഷത്ത് പ്രസിദ്ധമായ രഥരൂപകമാണ്. ശ്രുതി മുതലാം തുരകം തൊടുത്ത്. ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ ചേർത്ത് കെട്ടി. ശ്രുതി മുതലാം, ശ്രുതി എന്ന് വെച്ചാൽ ചെവി, ശ്രോത്രേന്ദ്രിയം തുടങ്ങിയ തുരകം തൊടുത്ത് കുതിരയെ കെട്ടി. തൊടുത്തൊരു ആത്മപ്രതിമയും കരണപ്രവീണനാളും ആത്മാവ് വ്യക്തമായി പ്രതിബിംബിക്കുന്ന, എന്ന് പറഞ്ഞാൽ ആത്മപ്രാപ്തിയാണ് ലക്ഷ്യമെന്നുറപ്പിച്ചിട്ടുള്ള കരണപ്രവീണൻ ബുദ്ധി. ബുദ്ധി ആളും തേരാളിയായി, തേര് നയിക്കുന്നവനായിട്ടുള്ള രഥം. അതാണ് ശ്രുതി മുതൽ അന്തുരകം തൊടുത്ത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരാത്മപ്രതിമയും എന്ന് പറഞ്ഞാലോ ആത്മപ്രാപ്തിയാണ് ലക്ഷ്യം എന്നുറപ്പിച്ചിട്ടുള്ള കരണപ്രവീണനാളും ബുദ്ധി. അങ്ങനെയുള്ള ബുദ്ധി നയിക്കുന്ന തേര് ഒരിക്കലും വഴിതെറ്റി സഞ്ചരിക്കില്ല. രഥമേറി, തൽക്കാലം രഥമേറി ഓരോ ആഗ്രഹം. രതി എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ശരീരമാണ് രഥം എന്ന് ഉപനിഷത്ത് പറയുന്നു. ഗുരുദേവൻ രതി, ആഗ്രഹമാണ് രഥം എന്ന് പറയുന്നു. രണ്ടും ഒന്നാണ്. ഈ ശരീരം എന്തിന്? ആഗ്രഹം സാധിക്കാനാണ്.
ആഗ്രഹമൊന്നും സാധിക്കാനില്ലെങ്കിൽ പിന്നെ ഈ ശരീരം ആരും വച്ചുകൊണ്ടിരിക്കില്ല. ഓരോ ആഗ്രഹം വരുന്നു, അതിനുവേണ്ടി ശരീരത്തെ ചലിപ്പിക്കുന്നു. പക്ഷെ ആഗ്രഹം, ശരീരം കിടപ്പിലായാലും ആഗ്രഹം അവസാനിക്കുന്നില്ല. അവിടെയാണ് കുഴപ്പം. കിടപ്പിലായാലും ഇനി 100 ആഗ്രഹങ്ങൾ. അങ്ങനെ രഥമേറി ശരീരം എന്ന രഥത്തിന് പകരം ഇവിടെ രതി എന്ന് വെച്ചാൽ കാമം, ആഗ്രഹം, ലൗകികമായ പല ആഗ്രഹങ്ങൾ. രഥമേറി അഹന്ത രമ്യരൂപം പ്രതി, തനിക്കിഷ്ടപ്പെട്ട രൂപങ്ങളുമായി ചേർന്ന്, തനിക്ക് ഓരോ രൂപങ്ങൾ അവരുടെ ഇഷ്ടം തോന്നും, അവ കിട്ടാനായി ശ്രമിക്കും. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പല രൂപങ്ങൾ കിട്ടണമെന്ന് തോന്നും. അങ്ങനെ ഒരിക്കലും തൃപ്തി വരാതെ മുമ്പോട്ട് പോവുകയാണ്. നേരെ മറിച്ച് ഈ ബുദ്ധി ലക്ഷ്യമുറപ്പിച്ചിട്ടുള്ള ആത്മപ്രതിമയും കരണപ്രവീണനാണെങ്കിൽ, ആത്മലക്ഷ്യം, ആത്മപ്രാപ്തി എന്ന ലക്ഷ്യം നല്ലവണ്ണം ഉറപ്പിച്ചിട്ടുള്ള ബുദ്ധിയാണെങ്കിൽ തീർച്ചയായും അവസാനം ആ ലക്ഷ്യത്തിലെത്തി തന്റെ ജീവിതം പൂർണ്ണ ധന്യമായി എന്നുറപ്പിക്കും. അങ്ങനെ രഥമേറി അഹന്യ രമ്യരൂപം പ്രതി പുറമേ പെരുമാറിടുന്ന അജസ്രം. ആ ലക്ഷ്യത്തിലെത്തുന്നതുവരെ ഒരു വേദാന്ത തത്വം ഗ്രഹിച്ച ഒരാൾ പോലും തന്റെ ആഗ്രഹങ്ങൾ നേടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ പക്ഷേ ലക്ഷ്യത്തിൽ ഉറപ്പുണ്ടെങ്കിൽ ആഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇനി എനിക്കൊരാഗ്രഹവുമില്ല, ആത്മാവിന് നല്ലവണ്ണം പിടികിട്ടി, ശരീരം കിടപ്പിലായി. അങ്ങനെയുള്ള ഒരാളിനോട് ആരെങ്കിലും ചെന്ന് ചോദിക്കുന്നു എന്ന് വെക്കുക, എന്താ സാറേ ഇനി എന്താ ആഗ്രഹം? നല്ല ധൈര്യമായിട്ട് പറയാൻ പറ്റും, എനിക്കിനി ഒരാഗ്രഹവുമില്ല, ഒരാഗ്രഹവും, ഞാൻ പൂർണ്ണ തൃപ്തൻ, ധന്യൻ. ഇത് പറയാൻ കഴിയണമെങ്കിൽ ആത്മപ്രതിമയും കരണപ്രവീണൻ വേണം. അതാണ് ഗുരുദേവൻ അതെടുത്ത് പറഞ്ഞിരിക്കുന്നത്. രമ്യരൂപം പ്രതി പെരുമാറുക എന്നുള്ളത് ഒരു സത്യജിജ്ഞാസ് പോലും സത്യം അനുഭവിക്കുന്നതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കും. വാസന സത്യത്തിന്റെ അനുഭവത്തിലെത്തിക്കഴിഞ്ഞാൽ വിഷയവാസന പൂർണ്ണമായും നശിക്കുന്നു. പക്ഷേ ബുദ്ധിക്ക് ആ ലക്ഷ്യമില്ലെങ്കിൽ ഒരിക്കലും ഒരാഗ്രഹവും ഇല്ലാത്ത അവസ്ഥ വരില്ല. മരിക്കാൻ കിടക്കുമ്പോഴും 100 ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഗുരുദേവൻ ആത്മപ്രതിമയും കരണപ്രവീണനാളും രഥം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മലക്ഷ്യം വ്യക്തമായി ഉറപ്പിച്ച ബുദ്ധിയാവുന്ന സാരഥിയെക്കൊണ്ട് ശരീരമാവുന്ന രഥം നയിപ്പിച്ച്, യുദ്ധക്കളമാണെങ്കിൽ യുദ്ധക്കളം, എവിടെയായാലും മുന്നോട്ട് നീങ്ങുക. ഒടുവിൽ എല്ലാ ജഡബന്ധവും മാറി തന്റെ ശരീരത്തോട് പോലും കാര്യമായ സംഘമൊന്നുമില്ലാതെ താൻ ആത്മാവാണ്, അത് ജനിച്ചതല്ല, മരിക്കയില്ല, അത് ആനന്ദനിധിയാണ് എന്ന പൂർണ്ണമായ ഉറപ്പോടുകൂടി ഈ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റും. ആത്മോപദേശ ശതകത്തിലെ ഓരോ പദ്യവും ഗംഭീരമായി പല രീതിയിൽ നമ്മെ ഈ മാർഗത്തിലേക്ക് നയിക്കുന്ന ഉജ്ജ്വല രത്നങ്ങളാണ്. ഒരേ സത്യം തന്നെ ആവർത്തിച്ച് പല രീതിയിൽ ഗുരുദേവൻ പറഞ്ഞ് നമ്മെ അനുഭവിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് നമുക്ക് തുടരാം. നാളെയും 5:30 മുതൽ 6:30 വരെ ക്ലാസ് ഉണ്ടാവും. ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരാൾക്ക് നിശ്ചയമായും ആത്മതത്വത്തിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാൻ അനായാസം സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുരുദേവനും ജഗദീശ്വരനും അതിനായി നമ്മയൊക്കെ
അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.